ഇ എഡ്യൂമേറ്റ് എന്ന പുതിയൊരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അക്കൗണ്ടൻസി ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്താണ് അക്കൗണ്ടൻസി എന്നും അക്കൗണ്ടൻസിയുടെ ഒരു ചെറിയൊരു ഡെഫിനിഷനും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ്, അനലൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ടു ദ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഫസ്റ്റ് ക്ലാസ് അക്കൗണ്ടൻസിയുടെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൽ നമ്മൾ അക്കൗണ്ടൻസിനെ കുറിച്ച് തുടങ്ങിയത് എന്താണ് അക്കൗണ്ടൻസി എന്നും ബിസിനസ് സ്ഥാപനത്തിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടൻസി എന്നും ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടൻസി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ ഡെഫിനിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ബേസിക് സം റിലവന്റ് ആസ്പെക്ട്സ് ഓഫ് ദി ഡെഫിനിഷൻ. ആ മുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡെഫിനിഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അക്കൗണ്ടൻസിക്ക് ആവശ്യമുള്ള ചില ആസ്പെക്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സം റിലവന്റ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടൻസി. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ്, ആസ്പെക്ട്സ് പഠിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇ എഡ്യൂമേറ്റ് എന്ന ചാനൽ ഞങ്ങൾ പ്ലസ് 1 കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ദെൻ മാനേജ്മെന്റ് എന്നീ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ പഠിപ്പിക്കാൻ പോകുന്നത് സം റിലവന്റ് ഫാക്ട്സ് അല്ലെങ്കിൽ റിലവന്റ് ആസ്പെക്ട്സ് ഓഫ് ദി ഡെഫിനിഷൻ. എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ആദ്യം അറിയേണ്ടത് ബിസിനസ് സ്ഥാപനം നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ പലതരം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൽ ഇൻ ടേംസ് ഓഫ് മണി, പണപരമായ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായി റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് ടേം. നമ്മൾ റെക്കോർഡിംഗ് ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് എന്നൊക്കെ പറഞ്ഞു. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഏതുതരം ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നത്, ആ ഈവന്റ്, ആ എക്കണോമിക് ഈവന്റ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആസ്പെക്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇക്കണോമിക് ഈവന്റ്. ഇതിനെ പറഞ്ഞ പേര് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇക്കണോമിക് ഈവന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. ആ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. പ്രധാനമായും ഇക്കണോമിക് ഈവന്റ് രണ്ടു തരം നടക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള ഇക്കണോമിക് ഈവന്റ് ആണ് നടക്കുന്നത്. ഒന്നാമത്തേത് എക്സ്റ്റേണൽ ഇക്കണോമിക് ഈവന്റ്, ബാഹ്യകരമായ ട്രാൻസാക്ഷൻസും. രണ്ടാമത്തേത് ഇന്റേണൽ ഈവന്റ്. ഇന്റേണൽ ഈവന്റ് മീൻസ് ആന്തരിക, ബിസിനസ് സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസ്. അപ്പൊ ആദ്യം ഓർമ്മിക്കുക, എക്കണോമിക് ഈവന്റ് മീൻസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് നടക്കുന്ന ധനപരമായ ഇടപാടുകളെയാണ് ഇക്കണോമിക് ഈവന്റ് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഈവന്റ് രണ്ടു തരമുണ്ട്, എക്സ്റ്റേണൽ ഇക്കണോമിക് ഈവന്റ് ആൻഡ് ഇന്റേണൽ ഇക്കണോമിക് ഈവന്റ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം എന്താണ് എക്സ്റ്റേണൽ ഇക്കണോമിക് ഈവന്റ്. External event means transfer of something of value between two or more entities. എന്താണ് two or more entities? നമ്മുടെ ബിസിനസ് സ്ഥാപനവും പുറത്തുള്ള ഒരു ബിസിനസ് സ്ഥാപനവുമായി വിലയുള്ള പണത്തിന്റെ മൂല്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ ട്രാൻസ്ഫർ ചെയ്യുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനവും വേറൊരു ബിസിനസ് സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം വേറെ വ്യക്തികളും തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ, ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ, ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഇക്കണോമിക് ഈവന്റിനെ പറഞ്ഞ പേര് എന്താണ്? എക്സ്റ്റേണൽ ഇക്കണോമിക് ഈവന്റ്. എന്താണ് എക്സ്റ്റേണൽ ഇക്കണോമിക് ഈവന്റ്? ട്രാൻസ്ഫർ ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എന്റിറ്റീസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, പേയ്മെന്റ് ഓഫ് റെന്റ് ടു ലാൻഡ് ലോഡ്. നമ്മളിപ്പോ വാടകയ്ക്കാണ് നമ്മൾ ബിസിനസ്, നമ്മുടെ കെട്ടിടം വാടക കെട്ടിടമാണെങ്കിൽ അതിന്റെ ഉടമസ്ഥൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെന്റ് കൊടുക്കുന്നു, വാടക കൊടുക്കുന്നു. ഓക്കെ, റെന്റ് കൊടുക്കാണ്. പുറത്ത് നമ്മൾ ലാൻഡ് ലോഡിന്, അതിന്റെ ഉടമസ്ഥന് നമ്മൾ വാടക കൊടുക്കുന്നു. അത് ബിസിനസ് സ്ഥാപനത്തിന് അകത്തുള്ള വ്യക്തിയല്ല, പുറമേയുള്ള വ്യക്തിയാണ്.
അപ്പൊ ബിസിനസ് സ്ഥാപനം പുറത്തൊരു വ്യക്തി നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് പേയ്മെന്റ് ഓഫ് റെന്റ് ടു ലാൻഡ് ലോഡ്. അതൊരു എക്സ്റ്റേണൽ ഈവന്റ് ആണ്. രണ്ടാമത്തേത് സെയിൽ ഓഫ് ഗുഡ്സ് ടു എ കസ്റ്റമർ. എന്താണ്? ഒരു കസ്റ്റമർ നമ്മൾ സാധനം വിൽപ്പന നടത്തുന്നു, അദ്ദേഹത്തിന് സാധനം കൊടുക്കുന്നു, പകരം അദ്ദേഹം നമുക്ക് ക്യാഷ് തരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ് സ്ഥാപനം പുറമെയുള്ള വ്യക്തിയുമായി നടത്തുന്ന ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ സെയിൽസ് അതൊരു എക്സ്റ്റേണൽ ഈവന്റ് ആണ്. ദെൻ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലയർ. എന്താണ്? സാധനം നമ്മൾ വാങ്ങുന്നു, സപ്ലയറിന്റെ കയ്യിൽ നിന്ന് സാധനം, ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള സാധനം നമ്മൾ വാങ്ങുന്നു. അപ്പൊ നമ്മുടെ ഒരു സപ്ലയർ, പുറമെയുള്ള ഒരു സപ്ലയറും നമ്മുടെ ബിസിനസ് സ്ഥാപനം നടക്കുന്ന ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷൻ ആണ് എക്സ്റ്റേണൽ ഈവന്റ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more entities. രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങളുമായി നടത്തുന്ന എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൈമാറ്റത്തിന് പറഞ്ഞ പേരാണ് എക്സ്റ്റേണൽ ഈവന്റ്. എന്താണ് ഇന്റേണൽ ഈവന്റ്? അത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ. Internal event means it is an economic event takes place within the organization. ബിസിനസ് സ്ഥാപനത്തിനകത്ത് നമുക്ക് എന്തെങ്കിലും എക്സ്ചേഞ്ചോ ട്രാൻസ്ഫറോ നടക്കുകയാണെങ്കിൽ ആ ഈവന്റിനെ പറഞ്ഞ പേരാണ് ഇന്റേണൽ ഈവന്റ്. ബിസിനസ് സ്ഥാപനത്തിനകത്ത് നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമുക്ക് ബിസിനസ് സ്ഥാപനത്തിൽ പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. ഓക്കെ, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ദെൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ പലതരം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എത്തിക്കുന്നു. ഇവിടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എത്തിക്കുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് എത്തിക്കുന്നു. അതല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉൽപാദനം കഴിയാത്ത വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ സ്റ്റോറിലോട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മൾ തിരികെ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്യുകയാണ്. ഇത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. സ്റ്റോഴ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് തന്നെ പല പല സാധനങ്ങളോ സേവനങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ദ ഓർഗനൈസേഷൻ, ആ ഈവന്റിനെ പറഞ്ഞ പേരാണ് എന്താണ്? ഇന്റേണൽ ഈവന്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽസ്. നമുക്ക് ബിസിനസ് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത് എവിടെ നിന്നാണ്? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്, ഉൽപാദനം പൂർത്തിയായത് എവിടെ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നത്? എവിടെയാണ്? സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടി? വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ പല പല സ്ഥാപനത്തിനകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ പറഞ്ഞ പേരാണ് ഇന്റേണൽ ഈവന്റ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ ഒന്നാമത്തേത് എക്കണോമിക് ഈവന്റ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതിൽ രണ്ടെണ്ണം ഉണ്ട്, എക്സ്റ്റേണൽ ഈവന്റ് ആൻഡ് ഇന്റേണൽ ഈവന്റ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ആസ്പെക്ട്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ട്രാൻസാക്ഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്താണ് നമ്മൾ നെക്സ്റ്റ് രണ്ടാമത് പഠിക്കാൻ പോകുന്ന ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിംഗ്? നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. അതിനുമായി അടിസ്ഥാനമാക്കിയുള്ള ആസ്പെക്ട്സ് ആണ്. രണ്ടാമത്തേത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, ദെൻ മൂന്നാമത്തേത് റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് എന്താണ് ഈ ആസ്പെക്റ്റിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ചെയ്യുക. ബിസിനസ് സ്ഥാപനത്തിൽ പലതരം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. മോണിറ്ററി ട്രാൻസാക്ഷനും നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. പണപരമായ ട്രാൻസാക്ഷനും പണപരമല്ലാത്ത ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഏത് തരം ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്? അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. ഇറ്റ് ഇൻവോൾവ്സ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഈവന്റ്സ് ദാറ്റ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഏത് തരം ഈവന്റ്സ് ആണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്? അത് നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തേത് മെഷർമെന്റ്. ആ ഐഡന്റിഫൈ ട്രാൻസാക്ഷൻസ് എല്ലാം ഇൻ ടേംസ് ഓഫ് മണി ആണോ നമ്മൾ നോക്കുക. പണപരമായ ട്രാൻസാക്ഷൻസ് ആണോ? ഒന്നുകിൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് പൈസ വരികയോ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണെന്ന് നോക്കിയതിനു ശേഷം മാത്രമേ റെക്കോർഡ് ചെയ്യാവൂ. ദാറ്റ് ഈസ് ദ മെഷർമെന്റ്. ദ ട്രാൻസാക്ഷൻസ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ഓൺലി റെക്കോർഡ്. എന്താ ചെയ്തിരിക്കേണ്ടത്? മണി അല്ലെങ്കിൽ പണപരമായി നടത്തിയ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ
പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ വന്ന സെയിൽ ഓഫ് ഗുഡ്സ്, സാധനം വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പണം കിട്ടി. ഓക്കെ. ദെൻ പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ വാങ്ങിച്ചു, അവിടെ നമുക്ക് സാധനം കിട്ടി, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഞാൻ നേരത്തെ പറഞ്ഞത് പണമോ പണമൂല്യമുള്ള സാധനങ്ങളോ ട്രാൻസ്ഫറോ എക്സ്ചേഞ്ചോ ചെയ്യണമെങ്കിൽ അതിന് പറഞ്ഞവരാണ് എക്കണോമിക് ഈവന്റ് നമ്മൾ പറഞ്ഞത്. ദെൻ അടുത്ത നമ്മൾ പറയുന്നത് റെക്കോർഡിംഗ്. അപ്പൊ എന്താണ്? ഐഡന്റിഫൈ ചെയ്തു. ദെൻ ഇൻ ടേംസ് ഓഫ് മണി ആണെന്ന് നോക്കി ട്രാൻസാക്ഷൻസ്. അടുത്ത അവയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഞാൻ അത് ഇന്നലെ പറഞ്ഞിരുന്നു. റെക്കോർഡിംഗ് നടക്കുന്നത് ഏതിലാണ്? ഫസ്റ്റ് ടൈം വി ആർ റെക്കോർഡിംഗ് ദ എക്കണോമിക് ഈവന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ജേർണൽ. ജേർണൽ എന്ന ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡിംഗ് ചെയ്യപ്പെടുന്നത്. ആദ്യമായി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാണ്? ജേർണൽ എന്ന ബുക്കിലാണ്. ദാറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ദെൻ ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യണം? അവസാനം നമ്മൾ ബാലൻസ് ചെയ്തു, സമ്മറൈസ് ചെയ്തു, അതിനുശേഷം കൃത്യമായ റിസൾട്ട് നമ്മൾ കണ്ടെത്തി, അനലൈസ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലാസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ അവയെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, ബിസിനസിന്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള തൽപര കക്ഷികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദ എബോവ് ഏതൊക്കെയാണ്? ഐഡന്റിഫിക്കേഷന് ശേഷവും മെഷർമെന്റിന് ശേഷവും റെക്കോർഡിംഗിന് ശേഷവും ദ ഈവന്റ്സ് ദേ ആർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. എന്ത് ചെയ്തിരിക്കണം? ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്സ്. നമ്മൾ അതിനെ ഓരോ റിപ്പോർട്ടുകളാക്കി മാറ്റുക. നമ്മൾ തയ്യാറാക്കിയ റെക്കോർഡ്സിന് ശേഷം ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവയെ സ്റ്റേറ്റ്മെന്റുകളാക്കിയും റിപ്പോർട്ടുകളാക്കിയും ഏതൊക്കെ തരത്തിലാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രൂപത്തിലോ ബാലൻസ് ഷീറ്റ് രൂപത്തിലോ നമ്മൾ പഠിക്കാതല്ല. ആ റിപ്പോർട്ടുകളാക്കി നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള റിപ്പോർട്ട് നമുക്ക് ഏതുവഴി തയ്യാറാക്കാൻ സാധിക്കും? അക്കൗണ്ടിംഗ് കൂടെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ബിസിനസ് സ്ഥാപനത്തിൽ നടന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് അവസാനം നമുക്ക് അവ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിന് റിപ്പോർട്ട് രൂപത്തിൽ തയ്യാറാക്കി കൊടുക്കാനായി സാധിക്കും. ഓക്കെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിംഗ്. ഒന്നാമത്തേത് ഇക്കണോമിക് ഈവന്റ്, രണ്ടാമത്തേത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ദെൻ മൂന്നാമത്തേത് നമ്മൾ പോകുന്നത് ഓർഗനൈസേഷൻ. ഇവയെല്ലാം എവിടെ നടക്കുകയാണ്? സ്ഥാപനം, ബിസിനസ് എന്റർപ്രൈസസ്. ഓക്കെ. ഓർഗനൈസേഷൻ എന്താണ്? ഓർഗനൈസേഷൻ ഇറ്റ് മീൻസ് ആൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റി ആണ് ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ പെർഫോമിംഗ് ബിസിനസ് ആക്ടിവിറ്റീസ് എയ്തർ ഫോർ പ്രോഫിറ്റ് ഓർ ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ്. ഒന്നുകിൽ ലാഭത്തിന് വേണ്ടിയോ അതല്ല ലാഭേച്ഛ കൂടാതെയോ ഏതെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എൻറ്റിറ്റിയെ പറഞ്ഞ പേരാണ് ഓർഗനൈസേഷൻ. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്? ഈ ഓർഗനൈസേഷനകത്താണ്. ആ ഓർഗനൈസേഷൻ നമുക്ക് പല രീതിയിൽ നമ്മൾ അറിയപ്പെടും. നമുക്ക് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ നമ്മൾ പരിചയപ്പെടും. ദെൻ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ നമ്മൾ പരിചയപ്പെടും. നമ്മൾ ഏകാംഗ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് നമ്മൾ പരിചയപ്പെടും. ദെൻ പാർട്ണർഷിപ്പ് ബിസിനസ്, കമ്പനി എന്നീ രൂപത്തിലെല്ലാം പലതരം ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മൾ പരിചയപ്പെടും. ഇവിടെയൊക്കെയാണ് എന്ത് നടക്കുന്നത്? ഈ മുകളിൽ പറഞ്ഞ എക്കണോമിക് ഈവന്റ്സ് എല്ലാം നടക്കുന്നത്. ആ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ലാഭത്തിന് വേണ്ടിയിട്ടാകാം, അതല്ല നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഉണ്ട്, ലാഭത്തിനല്ലാതെയും ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ. ആ എന്തിനാണെങ്കിലും ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തപ്പെടുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യപ്പെടുന്ന എല്ലാ എൻറ്റിറ്റികളെയും പറയുന്ന പേരാണ് ഓർഗനൈസേഷൻ. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പോകുന്നത് എന്താണ്? ലാസ്റ്റ് വൺ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. നമ്മൾ കുറെ നേരം കൊണ്ടേ പറയുന്നത് തൽപര കക്ഷികൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് കാണാൻ വേണ്ടി, ബിസിനസ് സ്ഥാപനത്തിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി, ലാഭമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ അസറ്റ്സ് ആണോ കൂടുതൽ ലയബിലിറ്റീസ് ആണോ കൂടുതൽ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്ന കുറെ പേരുണ്ട്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ഉറ്റുനോക്കുന്ന കുറെ പേര്. അവരാരൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അവരെ പറഞ്ഞ പേരാണ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഓക്കെ. അത് രണ്ടു തരം യൂസേഴ്സ് ഉണ്ട്. ഒന്ന് ഇന്റേണൽ യൂസേഴ്സ്. ഇവിടെ നമുക്ക് രണ്ടു തരം. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഈവന്റ് നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ എക്സ്റ്റേണൽ ഈവന്റ് ആൻഡ് ഇന്റേണൽ ഈവന്റ്. അതേപോലെ ഇവിടെയും ഉണ്ട് ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ആദ്യം നമുക്ക് ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാം. Internal users includes chief executive, financial officer, vice president, business unit manager, plant manager, then stores manager, line supervisor. ഇവർ അടങ്ങുന്നവരൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇന്റേണൽ യൂസേഴ്സ്. ബിസിനസ് സ്ഥാപനത്തിലെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർ. ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? ഇന്റേണൽ യൂസേഴ്സ്. അവർക്ക് എന്തിനാണ് ഇത് ആവശ്യം? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസിന്റെ റിസൾട്ട് എന്തിനു വേണം? ഫോർ പ്രിപ്പയറിംഗ് പ്ലാൻസ്.
ദെൻ ഫോർ മേക്കിംഗ് ഡിസിഷൻസ്. അപ്പൊ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയും പ്ലാൻസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയും അവർക്ക് നമ്മുടെ റിപ്പോർട്ട്, നമ്മുടെ ആ സ്ഥാപനത്തിന്റെ റിസൾട്ട് അവർക്ക് ആവശ്യമാണ്. അപ്പൊ സ്ഥാപനത്തിനകത്തുള്ള ടോപ്പ് ലെവൽ മാനേജേഴ്സിന് എന്താവശ്യമാണ്? നമ്മുടെ സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് ആവശ്യമാണ്. അക്കൗണ്ടിംഗ് പ്രൊസീജിയർ വഴി നമ്മൾ തയ്യാറാക്കിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും അവർക്ക് ആവശ്യമാണ്. ദേ ആർ ദ ഇന്റേണൽ യൂസേഴ്സ് ഓഫ് ദി ബിസിനസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹു ആർ ദ എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് ദ ബിസിനസ്. ഇത് ഇന്റേണൽ യൂസേഴ്സ് കൂടെ തന്നെ ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ അറിയാനായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വേറെ കുറെ പേരുണ്ട്. ബാഹ്യ തരത്തിലുള്ള കുറെ പേരുണ്ട്. നമ്മുടെ ഇന്റേണൽ യൂസേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാവരും തന്നെ ആരൊക്കെയാണ്? എക്സ്റ്റേണൽ യൂസേഴ്സ്. അവരിൽ ആരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്? ഒന്നാമത്തേത് പ്രസന്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് മുതൽ മുടക്കിയ പണം നിക്ഷേപിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സും, അതുകൂടാതെ ഇനിയും ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഇനിയും നമ്മുടെ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകാം. അവർക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. ദെൻ ക്രെഡിറ്റേഴ്സ്. ആരാണ് ഈ ക്രെഡിറ്റേഴ്സ്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യത്തിന് പണം കടമായി തന്നവര്. ആരൊക്കെയാണ് അവ? ബാങ്കുകാരുണ്ട്, ദെൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും തന്നെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പണം കടമായി തന്ന ക്രെഡിറ്റേഴ്സ് ആണ്. അവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി, റിപ്പോർട്ട്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ട്. ദെൻ ടാക്സ് അതോറിറ്റീസിന് ആഗ്രഹമുണ്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഈവന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി, റിസൾട്ട് അറിയാൻ വേണ്ടി. ദെൻ റെഗുലേറ്ററി ഏജൻസീസ് അറിയാൻ ആഗ്രഹമുണ്ട്, ലേബർ യൂണിയൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, സപ്ലൈസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഗവൺമെന്റിന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പേർക്കും ആ ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ്, ആ ബിസിനസ് സ്ഥാപനത്തിന്റെ റിപ്പോർട്ട് കാണാൻ ആഗ്രഹിക്കുന്ന യൂസേഴ്സ് ആണ്. അപ്പൊ ഇവർക്കെല്ലാം നമ്മൾ അവസാനം എന്ത് ചെയ്തിരിക്കണം? അത് എക്സ്റ്റേണൽ യൂസേഴ്സ് ആണെങ്കിലും ഇന്റേണൽ യൂസേഴ്സ് ആണെങ്കിലും വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ദ റിപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് എക്കണോമിക് ഈവന്റ്, രണ്ടു തരം, എക്സ്റ്റേണൽ ഈവന്റ് ആൻഡ് ഇന്റേണൽ ഈവന്റ്. രണ്ടാമത്തേത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാനത് പറഞ്ഞു, ബിസിനസ്സിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടണം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അവയെല്ലാം ഇൻ ടേംസ് ഓഫ് മണി ആണോ, പണപരമായ ട്രാൻസാക്ഷൻസ് ആണോ നമ്മൾ മെഷർ ചെയ്തിരിക്കുക. ദെൻ അത്തരം ട്രാൻസാക്ഷൻസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുക. അവയുടെ റിസൾട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ദ എന്റിറ്റി, ബിസിനസ് ട്രാൻസാക്ഷൻസിൽ നടക്കുന്ന എന്റിറ്റി പറഞ്ഞ പേരാണ് ഓർഗനൈസേഷൻ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് രണ്ടു തരം ഉണ്ട്, ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾ കാണുക, എങ്കിലേ നിങ്ങൾക്ക് നന്നായി അക്കൗണ്ടൻസി ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത ക്ലാസ്സിലെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ചാനൽ നിങ്ങൾ E&C എഡ്യൂമേറ്റ് എന്ന ചാനൽ ഇംഗ്ലീഷിനും കൊമേഴ്സ് സബ്ജക്റ്റുകൾക്കും പ്രാധാന്യം കൊടുത്ത് നടക്കുന്ന ക്ലാസ്സുകളാണ്. അവ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.